അങ്ങനെ നീണ്ട 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ. അതായത് വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ പടക്കുതിര കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു കയറുന്നത് വെറുമൊരു ഭരണമാറ്റം മാത്രമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ 10 ദിവസമായി തുറന്ന അണമുറിയാത്ത ഉദ്യോഗങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും നെഞ്ചി പിളർത്തിക്കൊണ്ടുള്ള ഒരു മഹാമാസ് എൻട്രി കൂടിയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനം തിരുവനന്തപുരത്തെ രാഷ്ട്രീയ അംഗത്തട്ടിലൊരു വൻ സ്ഫോടനമായി മാറുമ്പോൾ അത് ചരിത്രത്തിന്റെ നീതി കൂടിയാവുകയാണ്. 10 ദിവസത്തെ ഉദ്യോഗപരിതമായ നീക്കങ്ങൾക്കും ഗ്രൂപ്പ് പോരുകൾക്കും ഒടുവിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ആ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമ്പോൾ സതീശൻ എന്ന പോരാളിക്ക് ലഭിക്കുന്നതാകട്ടെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പോലും വസ്തുക്കൾ നിരത്തി ബോധ്യപ്പെടുത്തുകയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ ഉറച്ച പിന്തുണ കൂടെ നിർത്തിക്കൊണ്ട് സതീശൻ നേടിയെടുത്ത ആ വിജയം ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പോലും തിരുത്തി കുറിച്ചിരിക്കുക കൂടിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിന്റെ പേര് സജീവമായിരുന്നുവെങ്കിലും സതീശൻ എന്ന നയതന്ത്രജ്ഞന്റെ പോരാളിയുടെയും കരുത്തിന് മുന്നിൽ ഹൈക്കമാൻഡിന് വഴിമാറി കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ വന്ന തലമുറ മാറ്റത്തിന്റെ ഉറച്ച പ്രഖ്യാപനം കൂടിയാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം നിയമസഭയുടെ നടുത്തളത്തിൽ അദ്ദേഹം നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടവും ഘടകകക്ഷികളുമായുള്ള അദ്ദേഹത്തിന്റെ ദൃഢമായ വ്യക്തിബന്ധവുമാണ് ഈ വമ്പൻ വിജയത്തിന്റെ ചാലശക്തി എന്ന് പറയുന്നത്. സതീശനെ മാറ്റിയാൽ മുന്നണിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിള്ളലുകൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒരുപോലെ ചിന്തിപ്പിച്ചു എന്നുള്ളതും ഈ രാഷ്ട്രീയ നീക്കത്തിന്റെ കരുത്ത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പരവൂരിലെ കായൽ കാറ്റേറ്റ് വളർന്ന ആ പഴയ കേസുകാരൻ ഇന്ന് കേരളത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ അത് കൃത്യമായ പ്ലാനിങ്ങിന്റെയും അസാമാന്യമായ വായനാശീലത്തിന്റെയും ആഴത്തിലുള്ള അറിവിന്റെയും പത്തരമാറ്റ് വിജയം കൂടിയാണ്. മഹാരാജാസ് കോളേജിന്റെ ചുവപ്പൻ കോട്ടകളിൽ തൻ്റെതായി ഇടം വെട്ടി തുറന്ന സതീശൻ അന്നും ഇന്നും വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഓരോ വിഷയവും ആഴത്തിൽ പഠിച്ചും വായനയിലൂടെ അറിവ് സമ്പാദിച്ചും എതിരാളികളെ നിശബ്ദമാക്കുന്ന ഒരു ചാണക്യൻ കൂടിയായിരുന്നു. ഹൈക്കോടതിയിലെ അഭിഭാഷകന്റെ യുക്തിയും രാഷ്ട്രീയക്കാരന്റെ തന്ത്രവും ഒത്തുചേർന്നപ്പോൾ കേരളത്തിൽ ലഭിച്ചത് ഡാറ്റ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പ് കൂടിയാണ്. 2001 ആദ്യമായി നിയമസഭയിൽ എത്തുമ്പോൾ മുതൽ പറവൂരിന്റെ ഹൃദയമിടിപ്പായി മാറിയ സതീശൻ നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഭരണപക്ഷത്തിന് എന്നും പേടി സ്വപ്നം കൂടിയായിരുന്നു. സതീശൻ പഠിച്ചിട്ടേ സംസാരിക്കുന്ന അലിഖിത നിയമം നിയമസഭയുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ അത് വസ്തുക്കൾ നിരത്തിയുള്ള അദ്ദേഹത്തിന്റെ ആക്രമണശൈലിയുടെ സാക്ഷ്യപത്രമായി മാറുകയും ചെയ്തു. പരിസ്ഥിതി വിഷയങ്ങളിലും അഴിമതിക്കെതിരായ പോരാട്ടങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച സതീശൻ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഇടുങ്ങിയ മതിലുകൾ ഭേദിച്ച് ജനമനസ്സുകളിൽ വലിയൊരു ഇടം വെട്ടിപ്പിടിക്കുകയും ചെയ്തിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലുണ്ടായ തലമുറ മാറ്റത്തിന്റെ തീപ്പൊരിയായി സതീശൻ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്ത് വലിയ വെല്ലുവിളിയായിരുന്നുവെങ്കിലും ഇന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത് ആ പോരാട്ടത്തിന്റെ അന്തിമ വിജയം കൂടിയാണ്. KPCC പ്രസിഡന്റ് K സുധാകരനുമായി ചേർന്ന് സതീശൻ തീർത്ത ആ സുധാകരൻ സതീശൻ കോംബോ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയ ആവേശം സമാനതകളില്ലാത്തത് കൂടിയായിരുന്നു. തകർന്നടിഞ്ഞ ഒരു മുന്നണിയെയും ഗ്രൂപ്പ് പോരിൽ തടർന്ന ഒരു പാർട്ടിയെയും സെമി കേഡർ സംവിധാനത്തിലേക്ക് നയിച്ച സതീശൻ ഭരണകൂടത്തിനെതിരെ ഉയർത്തിയ ഓരോ ചോദ്യവും കേരള രാഷ്ട്രീയത്തിൽ ആലയോലികൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. സ്പ്രിംഗ്ലർ മുതൽ ലൈഫ് മിഷൻ വരെ നീളുന്ന അഴിമതി കഥകളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ ഇടപെടലുകൾക്ക് സാധിക്കുകയും ചെയ്തു. വെറും വൈകാരിക പ്രസംഗങ്ങൾക്കെല്ലാം അപ്പുറം ശാസ്ത്രീയമായ തെളിവുകളോടെയും അതുപോലെ നിയമവശങ്ങളുടെയും പെരുമഴയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാർത്താ സമ്മേളനങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നത്. 102 സീറ്റുകളുടെ പടുകൂറ്റൻ ഭൂരിപക്ഷവുമായി അധികാരത്തിലേറുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലായ കേരളത്തെ കരകയറ്റുക എന്നുള്ള വലിയ ദൗത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് തന്നെ. ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെയും അതുപോലെ മുന്നണിയിലെ സമ്മർദ്ദങ്ങളെയും നയതന്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ടി വരുമെങ്കിലും വ്യക്തമായ വികസന കാഴ്ചപ്പാടുള്ള സതീശൻ കേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന് അണികൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. സതീശൻ എന്ന ഈ മുഖ്യമന്ത്രി വെറുമൊരു ഭരണാധികാരി മാത്രമല്ല, മറിച്ച് മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്ന ഓരോ മലയാളിയിലുമുള്ള പ്രതീക്ഷയുടെ ശബ്ദം കൂടിയാണ്. പതറാത്ത വാക്കുകളും കുറുക്കിക്കൊള്ളുന്ന തന്ത്രങ്ങളും ആഴത്തിലുള്ള അറിവും അദ്ദേഹത്തെ രാഷ്ട്രീയ കളത്തിലെ ഒരു അനിഷേധ്യ ശക്തിയാക്കി മാറ്റിയിരിക്കുക കൂടിയാണ്. രാഷ്ട്രീയ തിരക്കുകൾക്കിടയിലും പരവൂരിലെ ഓരോ സാധാരണക്കാരെയും നേരിട്ടറിയുന്ന ആ നാട്ടുകാരൻ ഇമേജ് സതീശന്റെ ഏറ്റവും വലിയ കരുത്ത് കൂടിയാണ്. കുടുംബത്തോടുള്ള അടുപ്പവും ലോക സാഹിത്യത്തോടുള്ള പ്രണയവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുകയും ചെയ്യുന്നു. 2026 ഈ വിജയത്തിലൂടെ കേരളം ഒരു പുതിയ ചരിത്രത്തിലേക്ക് കണ്ണു തുറന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോൾ സതീശന്റെ ഉള്ളിൽ ആ പഴയ KSUക്കാരൻ്റെ അതേ പോരാട്ട വീര്യം കൂടിയാണ്. അധികാരത്തിന്റെ അകത്തളങ്ങളിൽ രൂപസമവാക്യങ്ങളുടെ മുനയൊടിച്ച സതീശൻ ഇനി കേരളത്തിന്റെ ഭാവി നയിക്കും. ഇതൊരു പുതിയ രാഷ്ട്രീയ വസന്തത്തിന്റെ തുടക്കം കൂടിയാണ്. പോരാട്ട വീര്യം ഒട്ടും ചോരാത്ത ഒരു നേതാവ് കേരളത്തിന്റെ നായക സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന ചരിത്ര മുഹൂർത്തം സതീശന്റെ ഓരോ ചുവടും ഇനി കേരളം ഉറ്റുനോക്കുകയും ചെയ്യും. കാരണം ഇത് വെറുമൊരു രാഷ്ട്രീയ വിജയമല്ല, മറിച്ച്
പക്വതയാർന്ന നേതൃത്വത്തിലേക്കുള്ള കേരളത്തിൻ്റെ കാൽവെപ്പ് കൂടിയാണ്. അണികൾ ആവേശമായി, എതിരാളികൾക്ക് വെല്ലുവിളിയായി വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി അധികാരമേൽക്കുമ്പോൾ അത് കേരളത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, വായനയും ബുദ്ധിയും രാഷ്ട്രീയ ഗണിതവും ആയുധമാക്കിയ ഈ നേതാവ് കേരളത്തെ പുതിയൊരു പ്രഭാതത്തിലേക്ക് നയിക്കുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട. കനൽ വഴികൾ താണ്ടി സതീശൻ പടി കയറുമ്പോൾ അത് കേരള രാഷ്ട്രത്തിലൊരു പുതിയ സൂര്യോദയത്തിൻ്റെ അടയാളം കൂടിയാണ്. ജനാധിപത്യ മൂല്യങ്ങൾക്കും ശാസ്ത്രീയമായ വികസനത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ഭരണകൂടം സതീശൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇതാ ഉദയം കൊള്ളുകയാണ്. വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് സതീശൻ എന്ന തന്ത്രശാലിയുടെയും ക്രാന്തദർശിയായ ഭരണാധികാരിയുടെയും കരുത്താർന്ന ഭരണപാഠവും കൂടിയായിരിക്കും. ആവേശം സിരകളിൽ പടരുന്ന ഈ മാസ് പ്രഖ്യാപനം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ഊർജ്ജം അതിരുകളില്ലാത്തത് കൂടിയാണ്. വി.ഡി. സതീശൻ നായകൻ ഇനി കേരളത്തിൻ്റെ അമരക്കാരനാണ്. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാനും തടസ്സങ്ങളെ തന്ത്രങ്ങൾ കൊണ്ട് മറികടക്കാനും ശേഷിയുള്ള സതീശൻ കേരളത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. പതറാത്ത സംസാര ശൈലിയും എതിരാളിയുടെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കുന്ന പ്രയോഗങ്ങളും സതീശനെ കൂടുതൽ കരുത്തുറ്റവനാക്കുന്നു. ഗ്രൂപ്പുകൾക്കതീതമായി കേരളത്തിലെ സാധാരണക്കാരുടെ ശബ്ദമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. പഠിച്ചു പറയുമ്പോൾ അതിന് ഇത്രയും കരുത്തുണ്ടെന്ന് സതീശൻ ഓരോ വേദിയിലും തെളിയിച്ചു കൊണ്ടേയിരുന്നു. മഹാരാജാസിലെ രാഷ്ട്രീയ അംഗത്തട്ടുകളിൽ നിന്നും പയറ്റിത്തെളിഞ്ഞ ആ കരുത്ത് ഇന്ന് കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിന് പുതിയൊരു ദിശാബോധം കൂടി നൽകുകയാണ്. വെറുമൊരു മുഖ്യമന്ത്രി എന്നതിലെല്ലാം ഉപരി കേരളം കണ്ട ഏറ്റവും വലിയ പാർലമെന്റേറിയന്മാരിൽ ഒരാളായ സതീശൻ ഭരണകൂടത്തെ നയിക്കുമ്പോൾ ഓരോ ഫയലിനും ഓരോ ജീവനുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിനാവുകയും ചെയ്യും. പരവൂരിലെ ഓരോ സാധാരണക്കാരൻ്റെയും പ്രശ്നങ്ങൾ തൻ്റെ സ്വന്തം പ്രശ്നമായി കാണുന്ന സതീശൻ കേരളത്തെ മുഴുവൻ തൻ്റെ കുടുംബമായി ഏറ്റെടുക്കുക കൂടിയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനവും അസാമാന്യമായ അറിവും കൊണ്ട് ഉയർന്നു വന്ന സതീശൻ ഓരോ യുവാവിനും ഒരു മാതൃക കൂടിയാണ്. ഗ്രൂപ്പ് കളികളിൽ തളരാതെ തൻ്റേതായ ഒരു പാത വെട്ടിത്തെളിച്ച സതീശൻ ഇന്ന് കേരളത്തിൻ്റെ ഒന്നാം പൗരനാകുമ്പോൾ അത് രാഷ്ട്രീയത്തിലെ കഠിന പ്രയത്നത്തിനുള്ള വിജയവും സമ്മാനവും കൂടിയാണ്. രാഷ്ട്രീയത്തിലെ ഡാറ്റ വിപ്ലവത്തിന് തുടക്കപ്പെട്ട സതീശൻ ഇനി വികസനത്തിൻ്റെ പുതിയ ഡാറ്റകൾ കേരളത്തിലായി തുറന്നു വെക്കുകയും ചെയ്യും. പദവികൾ സതീശനെ തേടിയെത്തുകയായിരുന്നു. അദ്ദേഹം അവയ്ക്ക് പിന്നാലെ പോയിട്ടുമില്ല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഓരോ ഇടപെടലും ഒരു മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുടെ തെളിവുകൾ കൂടിയായിരുന്നു. സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ തിരുത്തിച്ചും അഴിമതികളെ തുറന്നു കാട്ടിയും അദ്ദേഹം ജനപക്ഷത്ത് നിലകൊണ്ടുകൊണ്ടേയിരുന്നു. UDF ഭരണത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ സതീശൻ നയിക്കുന്ന ഈ സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണങ്ങളൊന്നായി മാറുമെന്ന് അണികൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഈ സർക്കാരിൻ്റെ കെട്ടുറപ്പ് തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. കേരളം കാത്തിരുന്ന ആ മാറ്റം ഇനി വി.ഡി. സതീശൻ്റെ കൈകളിൽ ഭദ്രം കൂടിയാണ്. അറിവും വിനയവും എന്നാൽ അനിവാര്യമായ സ്ഥലങ്ങളിൽ കണിശമായ നിലപാടുകളും സ്വീകരിക്കുന്ന സതീശൻ കേരളത്തിൻ്റെ പുതിയ മുഖം കൂടിയാണ്. ഓരോ മലയാളിയും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതിയും സമാധാനവും സതീശൻ്റെ ഭരണകാലത്തുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം. കായൽക്കാറ്റിൽ നിന്നും നിയമസഭയുടെ നടുത്തളത്തിലേക്ക്, അവിടെ നിന്നും മുഖ്യമന്ത്രിയുടെ കസേരയിലേക്കുള്ള ഈ യാത്ര കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മനോഹരമായ ഏടുകളിൽ ഒന്നുകൂടിയാണ്. ഇത് സതീശൻ യൂത്തിൻ്റെ തുടക്കമാണ്. വടശ്ശേരി ദാമോദരൻ സതീശൻ്റെ തുടക്കം. ഈ രാഷ്ട്രീയ വിജയത്തിന് പിന്നിൽ സതീശൻ എന്ന വ്യക്തിയുടെ വർഷങ്ങളായുള്ള കഠിനാധ്വാനമുണ്ട്. ഗ്രൂപ്പുകളുടെ അതിപ്രസരമുള്ള ഒരു പാർട്ടിയിൽ സ്വന്തം നിലപാടുകൾ കൊണ്ട് മാത്രം മുൻനിരയിലേക്ക് വരിക എന്നുള്ളത് അസാധ്യമായ കാര്യം കൂടിയാണ്. എന്നാൽ സതീശൻ അത് സാധ്യമാക്കി കഴിഞ്ഞു. ഓരോ പ്രതിസന്ധിയിലും അദ്ദേഹം കൂടുതൽ കരുത്തനായി പുറത്തു വരികയും ചെയ്തു. മാധ്യമങ്ങൾക്ക് മുന്നിലായാലും നിയമസഭയിലായാലും അദ്ദേഹം പുലർത്തുന്ന മാന്യതയും എന്നാൽ പറയേണ്ട കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ശൈലിയും ശ്രദ്ധേയം കൂടിയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സതീശനെ പോലെ വിവരമുള്ള ഒരു നേതാവ് ഭരണതലപ്പത്ത് വരുന്നത് വലിയൊരു ആശ്വാസം കൂടിയാണ്. ആധുനികമായ വികസന കാഴ്ചപ്പാടുകളും പരിസ്ഥിതി സൗഹാർദ്ദമായ നിലപാടുകളും സതീശൻ്റെ ഭരണത്തിന് മുതൽക്കൂട്ടാവുകയും ചെയ്യും. അനാവശ്യമായ ദൂത്തുകൾ ഒഴിവാക്കി ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന പദ്ധതികൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് ഒരു ജനതയുടെ മാറ്റത്തിനായുള്ള കാത്തിരിപ്പിൻ്റെ സാഫല്യം കൂടിയാണ്. കേരളത്തിൻ്റെ മണ്ണും മനസ്സും അറിയുന്ന സതീശന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ്. എങ്കിലും സതീശൻ എന്ന പോരാളിക്ക് അത് അസാധ്യമായ ഒന്നല്ല. വിശ്വനാഥൻ നായരുടെയും വിലാസിനി അമ്മയുടെയും മകനായി ജനിച്ച് നെട്ടൂരിലെ ഇടവഴികളിലൂടെ നടന്നു വന്ന ആ ബാലൻ ഇന്ന് കേരളത്തിൻ്റെ ഭരണനായകനാകുമ്പോൾ അത് ഓരോ സാധാരണക്കാരൻ്റെയും വിജയമായി മാറുകയും ചെയ്യുന്നു. രാഷ്ട്രീയത്തിലെ സത്യസന്ധതയും അറിവും ഇന്നും വിലമതിക്കപ്പെടുന്നു എന്നതിനുള്ള തെളിവ് കൂടിയാണ് വി.ഡി. സതീശൻ്റെ ഈ രാഷ്ട്രീയ മുന്നേറ്റം. പതറാത്ത സംസാരവും തെളിവുകൾ നിരത്തിയുള്ള പ്രസംഗങ്ങളും അദ്ദേഹത്തിന് നൽകിയ ഈ ജനപ്രതിനിധി ഇനി ഭരണത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. കേരളം ഇനി സതീശൻ എന്ന നായകന് കീഴിൽ പുതിയൊരു വഴിയിലേക്ക് സഞ്ചരിക്കുക കൂടിയാണ്. വികസനവും കരുതലുമാണ് ആ വഴിയുടെ മുഖമുദ്ര. സതീശൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. നിലപാടുകളുടെ ആ പഴയ KSകാരൻ ഇന്നും ആവേശത്തോടെ തന്നെ മുന്നിലുണ്ട്. ഇനി കേരളത്തെ നയിക്കാൻ വടശ്ശേരി ദാമോദരൻ സതീശൻ മുന്നിൽ തന്നെ ഉണ്ടാകും.